മായന്നൂർ പാലം സാക്ഷാത്കരിക്കപ്പെട്ടതിന്റെ ഓർമ്മകൾ പുതുക്കി സന്തോഷം പങ്കിടുന്നതിനായി സ്നേഹസംഗമം 2024 പരിപാടി സംഘടിപ്പിച്ചു. 2011 ജനുവരി 22 തീയതിയാണ് സ്വപ്ന സാക്ഷാത്കാരമായ ഒറ്റപ്പാലം മായന്നൂർ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന മായന്നൂർ പാലം സാക്ഷാത്കരിക്കപ്പെട്ടത്. മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ് അന്ന് പാലം ജനങ്ങൾക്കായി തുറന്നു നൽകിയത്. മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഓരോരുത്തരുടെയും കുളിരാർന്ന ഓർമ്മ പുതുക്കിക്കൊണ്ട് സ്നേഹസംഗമം ജനുവരി 22 തീയതിയാണ് സംഘടിപ്പിക്കുന്നത്. ഇതോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി രൂപീകരണ യോഗമാണ് മായന്നൂർ വായനശാലയിൽ വെച്ച് നടന്നത്. പരിപാടിയുടെ സംഘാടക സമിതി ചെയർമാനായി ഒറ്റപ്പാലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ജാനകി ദേവിയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. പ്രശാന്തി, ജനറൽ കൺവീനറും ട്രഷററായി മോഹനനും വൈസ് ചെയർപേഴ്സൺമാരായി ജെയ്സൺ മത്തായി, KK സിദ്ധാർത്ഥൻ, ഷാജി ആനിത്തോട്ടം, PP രാമദാസ്, VS സുനിൽകുമാർ, AK രമാദേവി തുടങ്ങിയവരും ജോയിന്റ് കൺവീനർമാരായി CA സുനിൽകുമാർ, T. ഗോകുലൻ, അമ്പിളി പുഴയോരം, O. പ്രേമലത, KK രാമകൃഷ്ണൻ, K. ഷീന, സംഘാടക സമിതിയുടെ രക്ഷാധികാരികളായി ഒറ്റപ്പാലം മുൻ MLA MM സയ്യിദ്, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ മാസ്റ്റർ, മുൻ MP അജയ് കുമാർ, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായിരുന്ന PR നാഥൻ എന്നിവർ രക്ഷാധികാരികളുമായി പ്രവർത്തിക്കും. സ്നേഹസംഗമത്തിൽ മന്ത്രി K. രാധാകൃഷ്ണൻ, ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ, മുൻ MP അജയ് കുമാർ, മുൻ MLA ഹംസ, ചേലക്കര മുൻ MLA യുവ പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപ S. നായർ, ബ്ലോക്ക് പ്രസിഡന്റ് KM അഷ്റഫ് തുടങ്ങിയ ജനപ്രതിനിധികൾ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സന്ധ്യയിൽ ഒറ്റപ്പാലത്തിന്റെ പ്രിയ കവി അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, പ്രശസ്ത ഗായിക സുകുമാരി നരേന്ദ്രമേനോൻ എന്നിവർ പങ്കെടുക്കും. അന്നേ ദിവസം വൈകുന്നേരം കേളികൊട്ട്, സാംസ്കാരിക സന്ധ്യ, വിവിധ കലാപരിപാടികളും നടക്കും. ഘോഷയാത്ര ചരക്കരയിൽ നിന്ന് കൊട്ടുംപാട്ടുമായി അവിടേക്ക് പോകണം. അതല്ലേ പറഞ്ഞത് കേട്ടത്. ആയിട്ട് ഇവിടുന്ന് ഘോഷയാത്രയായി പോകുന്നു. വായനശാലയിൽ തന്നെ ചരക്കരയിൽ നിന്ന് നമ്മുടെ ഒറ്റപ്പാലം മായന്നൂർ അതിർത്തി വരെ ഘോഷയാത്രയായിട്ട് സ്റ്റേജിൽ അവസാനിപ്പിക്കുക. അവിടെ ഒരു 5 മണിക്ക് സാംസ്കാരിക സന്ധ്യ എന്ന നിലയിൽ PT നരേന്ദ്രമേനോൻ, സുകുമാരി നരേന്ദ്രമേനോൻ, അതുപോലെ തന്നെ നമ്മുടെ സദനം ഹരികുമാർ, ഇപ്പോൾ ഗോപികൃഷ്ണൻ മാസ്റ്ററെന്ന് വിളിക്കുന്നുണ്ട്. ഗോപികൃഷ്ണൻ മാസ്റ്റർ കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക നായകന്മാരായി. അതോടൊപ്പം തന്നെ നേരത്തെ നിശ്ചയം പറഞ്ഞതുപോലെയുള്ള ഒരു ഡാൻസ് പ്രോഗ്രാമും നാടൻ പാട്ടും അതോടൊപ്പം ജനപ്രതിനിധികളുടെ ആശംസകളും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പരിപാടി. ഇത് നമുക്ക് ഇപ്പോൾ ആലോചിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 1 ലക്ഷം വരുന്ന ഒരു ബഡ്ജറ്റ് എന്ന നിലയിൽ പൈസ കണ്ടെത്തണം. അതിൽ ആദ്യത്തെ സഹായി എന്ന നിലയിൽ PR വിശ്വനാഥൻ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൻ്റെ ഒരു ടോക്കൺ അഡ്വാൻസും അതിൻ്റെ ആ ഒരു അഭിപ്രായവും വളരെ ഗംഭീരമാണ്. അതുപോലെ എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താക്കാൻ കഴിയും, ബേജാറില്ലാതെ നടത്താൻ കഴിയും. മറ്റപ്പലത്തേലും നമുക്ക് അവർ കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വരാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മളെപ്പോലെ അവരുടെ എല്ലാ ജനപ്രതിനിധികൾക്കും അവിടെ യോഗമുണ്ട്. ഒന്ന് വാർഡ് സഭകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈസ് ചെയർമാനും ചെയർമാനും അതിൻ്റെ പിന്നിലാണ്. ന്യൂസ് ഡെസ്ക് CCV.